ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് സൺഡേ ആണ് കേട്ടോ. രാവിലെ തന്നെ എഴുന്നേൽക്കണമെന്നൊക്കെ ഓർത്താണ്, പക്ഷേ എഴുന്നേറ്റപ്പോൾ 7 മണിയായി. അപ്പോൾ ആഹിലിനെ വിളിക്കാൻ വേണ്ടി മേളിലേക്ക് വന്നതാണ് കേട്ടോ. ആഹിലിന് ഇന്ന് മദ്രസയിൽ എക്സാം തുടങ്ങുകയാണ്. രാവിലെ തന്നെ വിളിച്ചൊന്ന് റിവിഷൻ ചെയ്യിക്കണമെന്നൊക്കെ ഓർത്തതാണ്. 6:30-ക്കെങ്കിലും വിളിക്കണമെന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ, പക്ഷെ നടന്നില്ല. അപ്പോൾ 7 മണിയായി. അപ്പോൾ അവനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ കയറിയപ്പോൾ ഏതായാലും ചെടികളൊക്കെ ഒന്ന് നോക്കി ഒന്ന് താഴത്തേക്ക് പോകാമെന്ന് ഓർത്ത് കയറിയതാണ് കേട്ടോ. അപ്പോൾ ബാൽക്കണിയിൽ അത്യാവശ്യം ബോഗൺവില്ലാസൊക്കെ പൂവിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ അങ്ങനെ പൂവുണ്ടാവില്ലെന്നാണ് പറഞ്ഞ് കേട്ടേക്കുന്നത്. ശരിക്കും ചൂട് സമയത്താണല്ലോ ബോഗൺവില്ല പൂവിടുന്നത്. പക്ഷെ എന്താണെന്നറിയില്ല കേട്ടോ, ഈ ബാൽക്കണിയിൽ ഫ്ലവേഴ്സ് അത്യാവശ്യം നല്ലപോലെ ഉണ്ടാവുന്നുണ്ട്. താഴെ നിൽക്കുന്നത് അത്ര അങ്ങോട്ട് പൂവിട്ട് കണ്ടിട്ടില്ല കേട്ടോ. മേളിൽ ബാൽക്കണിയിൽ നിൽക്കുന്ന മാത്രമാണ് ഇങ്ങനെ ഫ്ലവർ ഉണ്ടായി കണ്ടേക്കുന്നത്. അപ്പോൾ ഇതിനിടയ്ക്കുണ്ടല്ലോ നമ്മുടെ നിശാഗന്ധി നല്ലോണം പൂവിട്ടായിരുന്നു കേട്ടോ. ശരിക്കും ഞാൻ അന്ന് കാണിച്ചതിലും ഒരുപാട് മുട്ടുകൾ ഉണ്ടായിരുന്നു. നമ്മൾ ഓരോ ദിവസം കയറുമ്പോഴായിരിക്കും അടുത്ത മുട്ട് കാണുന്നത്. ശരിക്കും ഒരു 7-8 ഫ്ലവേഴ്സ് ഉണ്ടായിട്ടോ. പക്ഷെ എനിക്ക് ആ ഒരു നടുവേദനയൊക്കെ കാരണം എനിക്ക് മേളിലേക്കൊന്നും കയറി നോക്കാനൊന്നും പറ്റിയൊന്നുമില്ല. അങ്ങനെ അതുകൊണ്ട് കാര്യമായിട്ട് അതിൻ്റെ വീഡിയോ എടുക്കാനും പറ്റിയില്ല കേട്ടോ. ബാൽക്കണി അത്യാവശ്യം നല്ലപോലെ മെസ്സായി കിടക്കുകയാണ് കേട്ടോ. ഒന്ന് ചെടിയിൽ നിന്ന് ഇലകളൊക്കെ വീണ് നിലത്ത് കിടക്കുന്നുണ്ട്. ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടില്ല, അപ്പോൾ അതൊക്കെ എല്ലാം ചെയ്യണം. അപ്പോൾ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. കിച്ചണിലേക്ക് വന്ന പാടെ തന്നെ കറണ്ട് പോയി. അപ്പം ഞാനിന്ന് മടി പിടിച്ച് അകത്തെ കിച്ചണിൽ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ ഓർത്തിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് കറണ്ട് പോയത്. പെട്ടെന്ന് തന്നെ വരികയും ചെയ്തു കേട്ടോ. പിന്നെ ഞാനോർത്ത് എന്തായാലും പുറത്ത് തന്നെ ഉണ്ടാക്കാമെന്ന് ഓർത്ത് എല്ലാം എടുത്തിട്ട് പുറത്തേക്ക് പോയി കേട്ടോ. ഇന്നിപ്പോൾ പുട്ടും ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പാത്രമൊക്കെ കഴുകി വെക്കുമ്പോൾ അതൊക്കെ എടുത്ത് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് മിക്കപ്പോഴും ആഹിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അന്നേരം ഇതേപോലെ പുട്ടുകുടത്തിൻ്റെ ഒരു പ്രാവശ്യം അവൻ എടുത്ത് വെച്ചപ്പോൾ പുട്ടുകുടത്തിൻ്റെ മുകളിൽ വെക്കുന്ന ആ ഒരു മൂടി ഉണ്ടല്ലോ, നമ്മൾ ആവിയൊക്കെ വരുമ്പോൾ വെക്കുന്ന ആ മൂടി, അതവൻ കൊണ്ടുപോയി കളഞ്ഞ് എവിടെയോ കൊണ്ടുപോയി ഇട്ട് പിന്നെ അത് കിട്ടിയിട്ടില്ല. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഇതേപോലെ ഒതുക്കി വെച്ചപ്പോഴത്തേനും അതിൻ്റെ ചില്ല് കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പുട്ടുകുടത്തിൽ പുട്ടുണ്ടാക്കൽ നിന്നു. പിന്നെ ഇപ്പം ഞാൻ എന്താ സ്റ്റീമറിലാണ് കേട്ടോ പുട്ടുണ്ടാക്കാൻ പോകുന്നത്. പിന്നെ സൺഡേ ആയതുകൊണ്ട് തന്നെ ഉച്ചക്കത്തെ ജോലി പതുക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. ഒന്നാമത്തേൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. എനിക്ക് അങ്ങനെ അധികം നേരം നിന്നിട്ട് ചെയ്യാനും പറ്റുന്നില്ല. അപ്പോൾ കുറച്ച് ബ്രേക്ക് എടുത്തിട്ടാണ് കേട്ടോ അടുത്ത ജോലി ചെയ്യുന്നത്. അപ്പോൾ ധൃതി പിടിച്ചൊന്നുമല്ല ചെയ്യണേ, എല്ലാം പതുക്കെയാണ് കേട്ടോ. ധൃതി പിടിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനല്ല. എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നില്ല ജോലികൾ. അപ്പോൾ പതുക്കെയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിനിടക്ക് ആഹിൽ കുളിച്ച് റെഡിയായിട്ട് വന്നിട്ട് ഒരു 7:30 ആയപ്പോഴത്തേനും അവൻ താഴത്തേക്ക് വന്നു. അപ്പോൾ ജോലിയും അവനെ പഠിപ്പിക്കലും കൂടിയാണ് കേട്ടോ. ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് റിവിഷനാണ്, ജസ്റ്റ് ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം ഒരു 10-12 ചാപ്റ്ററോളം പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് അവനോട് ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ മദ്രസയിൽ പഠിക്കുന്ന ആ ഒരു ടൈമിൽ അറബി മലയാളമായിരുന്നു കേട്ടോ. അതായത് നമ്മൾ എഴുതുന്നത് അറബി ഭാഷയിലായിരിക്കും, പക്ഷെ അത് മലയാളത്തിലായിരിക്കും നമ്മൾ വായിക്കുന്നത്. മദ്രസയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു എക്സാമിൻ്റെ ടൈം ആകുമ്പോഴാണ് കേട്ടോ പഠിത്തം തുടങ്ങുന്നത്. എക്സാമിന് ഒരാഴ്ച മുന്നേ ആണ് പഠിത്തം തുടങ്ങുന്നത്. സ്കൂളിൽ അങ്ങനെ അല്ലല്ലോ, നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് പഠിച്ചു പോകുന്നുണ്ട്. സ്കൂളിൽ അപ്പോൾ TP എടുക്കലും ഉണ്ട്. അതേപോലെ നമ്മൾ ട്യൂഷൻ എടുക്കുന്നതുകൊണ്ട് അത് അന്നുള്ളത് പഠിച്ചു പോകുന്നുണ്ട്. പക്ഷെ മദ്രസയിലെ ഈ ഒരു എക്സാം ലാസ്റ്റ് ടൈമിലായിരിക്കും കേട്ടോ പഠിക്കുന്നത്. പക്ഷെ അത്യാവശ്യം നല്ലപോലെ മാർക്കും അവന് കിട്ടാറുണ്ട് കേട്ടോ. അങ്ങനെ വലിയ പറയത്തക്ക മോശമൊന്നുമില്ല. ലാസ്റ്റ് മൊമെൻറ്റിലാണല്ലോ പഠിക്കുന്നതും. അപ്പോൾ ഇപ്രാവശ്യം എക്സാം ആയപ്പോഴത്തേനും ഞാനൊന്നും പറയാൻ പോയില്ല കേട്ടോ. അവനോട് പഠിക്കുന്ന ഒന്നും പറയാൻ പോയില്ല. ആഹിൽ തന്നെ ഇങ്ങോട്ട് വന്ന് പറയായിരുന്നു, നമുക്ക് പഠിക്കണ്ടേ, അവന് ടെൻഷനായി, കാരണം ഒന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ അത് പഠിക്കണമെങ്കിൽ എൻ്റെ ഹെൽപ്പ് വേണമെന്നുള്ളത് അവന് നന്നായിട്ട് അറിയാം. കാരണം അവനൊന്ന് എന്താ പറയുക, നമ്മളൊന്ന് കൂടെ ഇരുന്നാൽ മാത്രമാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി സിമ്പിളായിട്ടൊക്കെ പറഞ്ഞു കൊടുത്താൽ മാത്രമാണ് അവൻ പഠിക്കുകയുള്ളൂ. അപ്പോൾ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. റിവിഷനാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. ഇപ്പോൾ എന്ന് വെച്ചാൽ മലയാളം ഫോണ്ട് തന്നെയാണ് കുട്ടികൾക്ക്. മറ്റേത് ഞങ്ങൾ പഠിക്കുമ്പോൾ അറബിയിലായിരുന്നു ഫോണ്ട്, നമ്മളത് വായിക്കുന്നത് മലയാളത്തിലായിരിക്കും, മലയാള ഭാഷയിലായിരിക്കും. പക്ഷേ ഇപ്പോൾ കുട്ടികൾക്ക് അങ്ങനെയല്ല, ഇപ്പോൾ മലയാളം ഫോണ്ടിൽ തന്നെയാണ് എഴുതുന്നതും. അപ്പോൾ അതുകൊണ്ട് പഠിക്കാനൊക്കെ കുറച്ചുകൂടിയൊക്കെ സുഖമാണ്. അപ്പോൾ ഈ ഒരു കട്ടിംഗ് ബോർഡ് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോയിൽ. നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം, ഇതിൽ 2-3 ഐറ്റംസ് ഒരേ സമയം നമുക്ക് കട്ട് ചെയ്ത് വെക്കാൻ പറ്റും. അത്രയും സ്പേഷ്യസ് ആയതുകൊണ്ടുണ്ടല്ലോ നല്ലതാണ് കേട്ടോ. പിന്നെ കട്ട് ചെയ്യാനും സുഖമാണ്.
അങ്ങനെ ആ പുട്ടും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓയിൽ ഡിസ്പെൻസർ ഉണ്ടല്ലോ, നല്ലതാണ് കേട്ടോ. ഞാനത് റിവ്യൂ ആയിട്ട് എനിക്ക് കാണിക്കാൻ പറ്റിയില്ലായിരുന്നു, ഞാൻ വാങ്ങിച്ചതാണ് കാണിച്ചത്. പക്ഷെ കൊള്ളാം കേട്ടോ, സംഭവം അടിപൊളിയാണ്. നമുക്ക് പിടിക്കാനൊക്കെ നല്ല സുഖമാണ്. പിന്നെ ചില്ലിൻ്റെ ആയതുകൊണ്ട് നമ്മളൊന്ന് വെക്കുമ്പോഴും എടുക്കുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം, അത്രമാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ സൈഡിൽ കൂടി ഒലിച്ചിറങ്ങുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. പിന്നെ ഇപ്പം ഇന്നിനി വീട് തുടക്കലൊന്നും ഇല്ല കേട്ടോ. കാരണം തുടക്കാനൊന്നും ഞാൻ തുടങ്ങിയിട്ടില്ല. പതുക്കെ വീടൊക്കെ ഒന്ന് അടിച്ചിടൽ മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡാണ് തുടക്കുന്നത്. പിന്നെ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു കൗണ്ടർ ടോപ്പ് ഒന്ന് ഓർഗനൈസ് ചെയ്യാനാണ് കേട്ടോ. അത്യാവശ്യം ചെറുതായിട്ട് പൊടിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിലൊന്ന് എടുത്ത് മാറ്റിയിട്ട് രണ്ടാമതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഈ കൗണ്ടർ ടോപ്പിൽ ഒരുപാട് സാധനങ്ങൾ ഇരിക്കുന്നതൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. മാക്സിമം ഞാൻ എപ്പോഴും എടുക്കുന്ന ഐറ്റംസ് മാത്രമേ വെക്കാറുള്ളൂ. വർക്ക് ഏരിയ എടുത്തേ പിന്നെ ഇവിടെ ഇരുന്ന് വെച്ചാൽ മുക്കാൽ ഭാഗം ഐറ്റംസും ഞാൻ വർക്ക് ഏരിയയിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഭംഗി തോന്നിക്കുന്നതും എന്നാൽ എപ്പോഴും എടുക്കുന്ന കുറച്ച് ഐറ്റംസ് മാത്രമേ ഇവിടെ വെക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാ ഐറ്റംസും മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൈഡിലൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുകയാണ്. ചെറുതായിട്ട് പൊടി പിടിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ അല്ലെങ്കിൽ തന്നെ പൊടി കൂടുതലാണ്. പിന്നെ ഇപ്പോൾ എനിക്ക് വയ്യാത്തതുകൊണ്ട് കുറച്ചും കൂടി ക്ലീൻ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ മുന്നേ ഞാനൊരു വീഡിയോയിൽ കാണിച്ചായിരുന്നല്ലോ, ആ ഒരു മീഷോന്ന് വാങ്ങിച്ച ഒരു ക്ലോത്ത്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. അത്യാവശ്യം നല്ലപോലെ പൊടിയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. തീരെ നൈസായിട്ടുള്ളൊരു മെറ്റീരിയൽ ആയതുകൊണ്ട് നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് കയ്യിൽ പിടിക്കാൻ സുഖമാണല്ലോ, പെട്ടെന്ന് ക്ലീൻ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി തുടക്കലൊക്കെ കഴിഞ്ഞു. ഇനി ഓരോ ഐറ്റംസായിട്ട് ഞാനിവിടെ സെറ്റ് ചെയ്യാം കേട്ടോ. മുമ്പ് ഇരുന്ന പോലെ തന്നെയാണ് വെക്കുന്നത്. ഈ സോഡാ മേക്കർ ഉണ്ടല്ലോ, മുമ്പ് എനിക്ക് കോളേജ് വിട്ട് വരുന്ന ടൈമിൽ വന്ന വഴിക്കൊരു കടയിൽ ഞാൻ എപ്പോഴും കയറിയിട്ട് സോഡാ സർബത്ത് കുടിക്കുമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ സ്ഥിരം അങ്ങനെ കുടിക്കലായി കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചാണ് എന്തുകൊണ്ടെന്നാൽ പിന്നെ ഒരു സോഡാ മേക്കർ വാങ്ങിച്ചുകൂടാന്ന്. അങ്ങനെ വാങ്ങിച്ചാണ് കേട്ടോ ഈ സോഡാ മേക്കർ. ഇപ്പോൾ വല്ലപ്പോഴൊക്കെ എടുക്കും, അത്രയേ ഉള്ളൂ. പിന്നെ അടുത്ത് വെച്ചിരിക്കുന്നത് ചോപ്പറാണ് കേട്ടോ, ഇലക്ട്രിക് ചോപ്പറാണ്. പക്ഷേ എനിക്ക് കുറച്ചും കൂടിയും കംഫർട്ടായിട്ട് തോന്നുന്നത് നമ്മൾ കൈ കൊണ്ട് ചോപ്പ് ചെയ്യില്ലേ, അത് തന്നെയാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. ഇത് വാങ്ങിച്ചിട്ടൊരു 3-4 വർഷമായി. അതിന് ശേഷമാണ് കേട്ടോ ഞാൻ മറ്റേ സാധാ ചോപ്പർ വാങ്ങിച്ചത്. പെട്ടെന്ന് കാര്യം കാണണമെങ്കിൽ ഞാൻ ഇതിലാണ് ചെയ്യാറ്. അല്ല കുറച്ച് അതിലെന്ന് വെച്ച് തന്നെ ഉണ്ടല്ലോ, എന്താണ് നമുക്കൊരു 3-4 സവാളയൊക്കെ ഒരേ സമയം ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതിലൊരു 2 എണ്ണം മാക്സിമം ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി കംഫർട്ട് അത് തന്നെയാണ്. പിന്നെ ഈ ഒരു റൊട്ടേറ്റിംഗ് ട്രേയിൽ ഞാൻ വെച്ചിരിക്കുന്നത് കുറച്ച് നമ്മളുടെ മസാല ഐറ്റംസ് ആണ് കേട്ടോ. അതായത് നമ്മൾ എഗ്ഗ് ബുൾസയൊക്കെ ഉണ്ടാക്കുമ്പോൾ അന്നേരം യൂസ് ചെയ്യുന്ന കുരുമുളക് പൊടി, ചില്ലി പൗഡർ, ഉപ്പ്, ഓയിൽ, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് മാത്രമാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ 2 ബോട്ടിൽ കോഫി പൗഡറും ഉണ്ട്. ഒന്നിൽ ചുക്കും ശർക്കരയൊക്കെ മിക്സഡ് ആയിട്ടുള്ള നമ്മൾ ചുമയൊക്കെ വരുമ്പോൾ തിളപ്പിച്ച് കുടിക്കില്ലേ, അതാണ് കേട്ടോ ഒരു ബോട്ടിലിരിക്കുന്നത്. അപ്പോൾ അത്രയാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ അത് ആ ഒരു ക്ലോക്കും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ക്ലോക്ക് എനിക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ്. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വീട്ടിലൊരു 7-8ഓളം ക്ലോക്കുകളുണ്ട്. എവിടെയാണെങ്കിലും എനിക്ക് ക്ലോക്ക് മസ്റ്റായിരുന്നു കേട്ടോ. പക്ഷേ മിക്കതും ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല, ആകെ 2 എണ്ണം മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. മുമ്പെന്ന് വെച്ചാൽ ജോബിന് പോകുമായിരുന്നല്ലോ, അപ്പോൾ ഓരോ സ്ഥലത്തും സമയം നോക്കിയാണ് ഇറങ്ങിയിരുന്ന് വെച്ചത്. പക്ഷെ ഇപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അല്ലല്ലോ, അതുകൊണ്ട് ക്ലോക്കിൻ്റെ കാര്യം അത്ര മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അത്യാവശ്യമുള്ള ഈ ഒരു കിച്ചണിലെ ക്ലോക്ക് വർക്ക് ചെയ്യുന്നുള്ളൂ. ഇത് ഹസ്ബൻഡ് ഷോപ്പിലുണ്ടായിരുന്ന വെച്ചാണ് കേട്ടോ. ഷോപ്പിലേക്ക് വാങ്ങിച്ചാണ്, പക്ഷെ അത് ഉപയോഗിച്ചില്ല. അപ്പോൾ നമ്മൾ ഷോപ്പ് നിർത്തിയപ്പോൾ ഇതിങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളത്തിൽ കുറച്ച് ചെടിയൊക്കെ ഇട്ട് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇപ്പുറത്ത് ചെടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു വിൻഡോ സൈഡ് 2 വിൻഡോ സൈഡും ചെടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോട്ടിൽ ഞാൻ കവർ കൊടുത്തിരിക്കുന്നത് നമ്മൾ ആപ്പിളൊക്കെ വാങ്ങിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കവറിങ് ഉണ്ടല്ലോ, അത് വെറുതെ വെച്ച് നോക്കിയപ്പോൾ ഒരു ഭംഗി തോന്നി, അങ്ങനെ അതാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. നൈഫ് ഒരു വൈറ്റ് ബോക്സിൽ തന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചായിരുന്നു ഈ ഒരു നൈഫിൻ്റെ സെറ്റ്. അത് ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. മാക്സിമം വൈറ്റ് കളറിൽ തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം വൈറ്റ് ആകുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ കാണാനായിട്ട്. അപ്പോൾ മാക്സിമം വൈറ്റ് തന്നെയാണ് ചൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. ഞാൻ വാങ്ങിക്കുമ്പോഴും ഇപ്പോൾ വൈറ്റ് കളറിൽ നോക്കി തന്നെയാണ് വാങ്ങിക്കാറ്. അപ്പോൾ ഈ ഒരു വൈറ്റ് സ്റ്റാൻഡും ഞാൻ ഓൺലൈനിൽ തന്നെ വാങ്ങിച്ചതാണ്. ഇതിൻ്റെയും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മേളിൽ വെച്ചിരിക്കുന്ന 2 ജാറ് ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. ഒന്ന് ടീയുടെയും ഒന്ന് ഷുഗറിൻ്റെയാണ്. പിന്നെ താഴെ വെച്ചിരിക്കുന്ന സെറാമിക്കിൻ്റെ പോട്ട് നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ ടൈം തുടങ്ങിയുള്ളതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ആദ്യം മുതലേ ഈ നമ്മൾ എന്താ പറയുക, ഉപ്പ്, കുടംപുളി, പുളി, ഇതൊക്കെ നമ്മൾ ശരിക്കും ഇങ്ങനെയുള്ള
പോട്ടിലാണല്ലോ വെക്കാറ്. അപ്പോൾ അതിന് വേണ്ടി അന്നേരമേ വാങ്ങിച്ചിരുന്ന വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതാ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കൗണ്ടർ ടോപ്പ് റെഡി ആയിട്ടുണ്ട്. എല്ലാം പഴയ പോലെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ സൺഡേ ആണല്ലോ, അതുകൊണ്ട് തന്നെ വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള വെജിറ്റബിൾസാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാനൊരു ബോക്സിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഈ ബോക്സും ഓൺലൈൻ വാങ്ങിച്ചാണ്. നേരത്തെ തന്നെ ഇതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ വാങ്ങിച്ചിട്ട് എനിക്ക് തോന്നുന്ന ഒരു 2-3 വർഷമൊക്കെ ആയിട്ടുണ്ട് ഈ ഒരു ബോക്സ് വാങ്ങിച്ചിട്ട്. നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു ബോക്സാണ് കേട്ടോ. നമ്മൾ സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ആണ് കേട്ടോ ഒരാഴ്ചത്തേക്കുള്ള വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസൊക്കെ വാങ്ങിച്ച് വെക്കുന്നത്. അപ്പോൾ എല്ലാം തന്നെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. എഗ്ഗ്, വെജിറ്റബിൾസ് എല്ലാം വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ താഴത്തെ ഫ്രിഡ്ജിലെ ഏറ്റവും താഴത്തെ ഡോറിലാണ് കേട്ടോ വെക്കാറ്. വെജിറ്റബിൾ റാക്കിലാണ് വെക്കാറ്. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരാഴ്ചത്തേക്കുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ചെയ്യണേ. Okay, thank you for watching.